ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. എന്ത് സുഖമല്ലേ, ഇനിയിപ്പോൾ നല്ല ചൂട് തുടങ്ങിയില്ലേ. ഇനിയിപ്പോൾ ചൂട് സമയമായില്ലേ, എല്ലാവർക്കും ഇപ്പോൾ ക്ഷീണം ഒക്കെ അല്ലേ. ഇപ്പോൾ 2-3 മാസം നല്ല ചൂട് തന്നെ. ഈ ചൂട് സമയത്ത് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതല തന്നെയല്ലേ. നമ്മുടെ ആരോഗ്യം നമ്മളല്ലാതെ വേറെ ആരാ കാത്തു സൂക്ഷിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്ത് നല്ല വെജിറ്റബിൾസോ നല്ല ഫ്രൂട്ട്സോ അതുകൊണ്ടൊക്കെ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണല്ലോ. അതും നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ആയിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. ഒട്ടും വിഷമില്ലാത്ത പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഒക്കെ കൊണ്ട് നമുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാം കേട്ടോ. ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടായ ഒരു പപ്പായ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലോണം പഴുത്ത പപ്പായയാണ്. അത് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു. പപ്പായ നല്ല ഹെൽത്തി ആണല്ലോ. പച്ച പപ്പായ നമുക്ക് കറി വയ്ക്കാനായാലും തോരൻ വയ്ക്കാനായാലും ഒക്കെ നല്ലതാണ്. പഴുത്തത് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഏറ്റവും നല്ലതല്ലേ പപ്പായ. നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായ തന്നെ പ്രത്യേകിച്ചും നല്ലതല്ലേ. അപ്പോൾ നല്ലപോലെ കഴുകി തുടച്ചു കേട്ടോ. തുടച്ചതിന് ശേഷം ഞാനത് രണ്ടാക്കി. ആദ്യം തന്നെ രണ്ടാക്കി. അതിന് ശേഷം വീണ്ടും ഓരോ കഷ്ണം എടുത്ത് വീണ്ടും 2 കഷ്ണമാക്കി കേട്ടോ. അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ കളഞ്ഞു കേട്ടോ. കുരുവൊക്കെ നമുക്ക് കളയാം. ഈ കുരു കൊണ്ട് നമുക്ക് വീണ്ടും വേറെ പാവി മുളപ്പിച്ച് നമുക്ക് നല്ല തൈകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ കുരു കൊണ്ടാണ് നമ്മൾ വീണ്ടും തൈകളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലോണം പഴുത്തതല്ലേ. അപ്പോൾ കുരുവ് നമുക്ക് പാവി പിടിപ്പിച്ച് വീണ്ടും നല്ല തൈകളൊക്കെ ഉണ്ടാക്കി നമുക്ക് വീണ്ടും പപ്പയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞു. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ ചെത്തുകയാണ് കേട്ടോ. ഇത് നല്ലപോലെ തൊലിയൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാലോ നല്ല ടേസ്റ്റാണെന്നല്ലേ. പപ്പായ കാണുമ്പോൾ തന്നെ എന്താണ് നല്ല ഹെൽത്തിയായ പപ്പായ അല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ എല്ലാം അങ്ങനെ തൊലിയൊക്കെ ചെത്തി കൊണ്ടുവന്നു കേട്ടോ. തൊലിയൊക്കെ ചെത്തി കൊണ്ടുവന്ന് കഷ്ണങ്ങളാക്കി കേട്ടോ. 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് വീണ്ടും പപ്പായ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യം തന്നെ സൂക്ഷിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ നമുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് പപ്പായ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് സാധാരണ പാലുണ്ടല്ലോ, പാക്കറ്റ് പാലായാലും പശുവും പാലായാലും ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ തണുപ്പിച്ച പാലാണ്. ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് ഷുഗറുള്ളവർക്ക് പഞ്ചസാര വേണ്ടെന്ന് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ പഞ്ചസാര ഇടാം. ഷുഗറുള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ച് കൊണ്ടുവന്നു കേട്ടോ. നന്നായി അടിച്ച് കൊണ്ടുവന്നു. അതിന് ശേഷം നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിഷ്ടമുള്ള നമ്മുടെ വീട്ടിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഗ്ലാസ്സിലേക്ക് പകർത്തി. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിലുണ്ടായ സാധനങ്ങൾ കൊണ്ട് ഞാൻ ഗാർണിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ പപ്പായ തന്നെ ചെറിയ ചെറിയ 2 കഷ്ണം എടുത്തിട്ട് അത് ചെറിയ പീസായിട്ട് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഇങ്ങനെ രണ്ടാക്കിയത് ആ ഗ്ലാസ്സുമ്മേ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്കങ്ങനെ കഴിക്കുകയും ചെയ്യാം. ജ്യൂസ് കഴിക്കുന്നതോടുകൂടി നമുക്ക് ഓരോ കഷ്ണം ഇങ്ങനെ കടിച്ച് തിന്നുകയും ചെയ്യാം.
അപ്പോൾ 2 ഗ്ലാസ്സിലും ഞാനിങ്ങനെ ഓരോ പപ്പായ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിലുണ്ടായിരുന്ന ബദാമാണ് കേട്ടോ. ബദാമിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസായിട്ട് ബദാമും പിന്നെ കുറച്ച് ഗ്രേപ്സുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ടേസ്റ്റിയായ പപ്പായ ജ്യൂസ് റെഡിയായി. അപ്പോൾ എല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.